ഡോക്ടർ, നമ്മുടെ ഇമ്മ്യൂണിറ്റി നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ ഇമ്മ്യൂണിറ്റി നാച്ചുറലായിട്ട് തന്നെയാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്, മോശമെന്നല്ല. പക്ഷേ ഒന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, അതായത് സമയത്തുള്ള ഉറക്കം എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്യൂറേഷൻ അല്ല, ക്വാളിറ്റി ഓഫ് ദ സ്ലീപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു 11 മണി 10 അല്ലെങ്കിൽ 11 മണിക്ക് കിടന്ന് ഒരു 5 അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 hours ഉള്ള ഒരു സ്ലീപ്പാണ് ഏറ്റവും നല്ലത്. ദെൻ പ്രോപ്പറായിട്ടുള്ള ഇതിൻ്റെ എക്സസൈസ്. നമ്മൾ പരമാവധി നമ്മളിപ്പോൾ ഒരു ഭയങ്കര സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമ്മളെന്തെങ്കിലും ഉള്ള. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഒരു സ്ട്രെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് എക്സസൈസ് തന്നെ ചെയ്യണം. അത് നമുക്ക് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാം, അല്ലെങ്കിൽ മസിൽ ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. അതെല്ലാം നല്ലതാണ്. പക്ഷേ റെഗുലറായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാം. ദെൻ ക്വാളിറ്റി ഫുഡ്, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ എല്ലാം കഴിക്കാം, കഴിക്കേണ്ട എന്നല്ല, പക്ഷേ അതിനൊരു പ്രോപ്പർ സമയം. ഈ ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ ഓരോ സാധനങ്ങൾ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ജ്യൂസ്, ഷേക്ക്, അത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ലാണ്ട് മാറ്റിക്കൊണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം, ഒരു 3 നേരം നല്ല രീതിയിലുള്ള ഭക്ഷണം റെഗുലറായിട്ട് കഴിക്കാം. എന്നെല്ലാം തന്നെ കഴിക്കാം. ദെൻ റിലാക്സ്ഡ് ആവുക, ബാക്കിയുള്ള രീതിയിൽ ഒരു പരിധി വിട്ട് കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കുക. ദെൻ നമുക്ക് മെഡിസിൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റിയത്, നമുക്ക് ടർമറിക് നല്ലതാണ്. ടർമറിക് നമുക്ക് റെഗുലറായിട്ട് കഴിച്ചെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല. മഞ്ഞളിട്ട് തിളപ്പിച്ച പാൽ കുടിക്കുക, അല്ലെങ്കിൽ മഞ്ഞളുടെ ടാബ്ലറ്റ്സ്, ടർമറിക്കിൻ്റെ ടാബ്ലറ്റ്സ് ഉണ്ട്, അത് രാവിലെ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ തുളസി പോലെയുള്ള ടാബ്ലറ്റുകളൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷേ അത് അമൃത തുളസിയൊക്കെ, പക്ഷേ അതൊക്കെ ഒന്ന് വൈദ്യ നിർദ്ദേശാനുസാരം തന്നെ കഴിക്കുക. പിന്നെ ചവനപ്രാശമൊക്കെ ഉണ്ട്, അത് എല്ലാവർക്കും പറ്റിയെന്നിരിക്കില്ല. പക്ഷേ അതൊക്കെ മഞ്ഞൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഇമ്മ്യൂണിറ്റി സെറ്റ് ആയിക്കോളും.